ഓക്കെ. ജ്ഞാനസ്നാനത്തിലൂടെ കിട്ടിയിരിക്കുന്ന വലിയ കൃപകളാണ്. അതിനെക്കുറിച്ച് നമ്മൾ അവബോധം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഒന്ന് നമുക്കിപ്പോൾ മാമോദീസയെക്കുറിച്ച് പറഞ്ഞതിൻ്റെ പേരിൽ നമുക്കത് കുറച്ചും കൂടി പറയാം. മാമോദീസ 1272 ഖണ്ഡികയിൽ പറയുന്നത്, മാമോദീസ ഒരിക്കലും മായ്ക്കാൻ പറ്റാത്ത ഒരു ആധ്യാത്മിക മുദ്ര കൊണ്ട് ഈ വിശ്വാസിയെ മുദ്ര കുത്തുന്നു. അതുകൊണ്ടാണ് നമ്മൾ കുർബാനയിൽ പല പ്രാവശ്യം ജീവന്റെ അടയാളത്താൽ മുദ്ര കുത്തപ്പെട്ടവർ ഭയഭക്തിയോടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുചേരുവിൻ. മനസ്സിലാവുന്നുണ്ടോ? അച്ഛന്റെ പ്രാർത്ഥനയിൽ പല സമയത്തും ജീവന്റെ അടയാളത്താൽ മുദ്ര കുത്തപ്പെട്ടവർ, മനസ്സിലായ? അപ്പോൾ ജീവന്റെ അടയാളത്താൽ മുദ്ര കുത്തിയിരിക്കുന്നു. ഇനി മാമോദീസ സ്വീകരിച്ച വ്യക്തിയിൽ വാസ്തവത്തിന് പിശാചിന് യാതൊരു ആധിപത്യവും സാധ്യതയില്ല. നമ്മൾ ഇത് പറയണതൊക്കെ തെറ്റാണ്. ഈ പൂർവ്വശാപവും പിശാച് കയറി എന്നൊക്കെ പറയണത്. മാമോദീസ സ്വീകരിച്ച വ്യക്തി വിശുദ്ധരാണ്. ത്രിത്വൈക ദൈവം അവരിൽ വസിക്കുന്നു. പക്ഷേ ദൈവം ഒരു കോൺക്യൂപ്പസൻസ് അലോ ചെയ്തിരിക്കണം നമ്മളെ സമരം ചെയ്യാൻ വേണ്ടി. അതെന്താ? ഇപ്പൊ എനിക്ക് ഒരു അശുദ്ധിയും ഇല്ലാത്ത അവസ്ഥയാണ് എങ്കിൽ എനിക്കുണ്ടാകാവുന്ന വേറൊരു തിന്മ എന്താ? അഹങ്കാരം. കേട്ടോ, ഏതാ വേണ്ടത്? അതാണ് കമ്പാരിറ്റീവ്ലി ലെസർ സിൻ അലൗഡ് ആണെന്ന് പറയുന്നതിന്റെ അർത്ഥം. ഇപ്പൊ ചില ആൾക്കാർക്ക് ചില തെറ്റുകളുണ്ടെങ്കിൽ നമ്മൾ അവരുടെ വേറെ കുറെ നന്മകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഗവനിക്കുന്നില്ല. കാരണം അത് സാരമില്ല, അത് അവനെ എനിക്കറിയാം, അത് അവൻ സാധാരണ അങ്ങനെയാണ്. പക്ഷെ അവന്റെ വേറെ കുറെ നല്ല കാര്യങ്ങൾ നമുക്കറിയാം, ഇല്ലേ? അത് ചിന്തിക്കുമ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നത്തിങ്. അപ്പോൾ ദൈവം അനുവദിക്കുന്ന ചില ബലഹീനതകൾ, ഇപ്പൊ പൗലോസ് തന്നെ പറഞ്ഞില്ലേ, ഞാൻ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു ഈ ബലഹീനത എന്നിൽ നിന്ന് അകറ്റാൻ. പക്ഷെ കർത്താവ് പറഞ്ഞു, നിനക്ക് എന്റെ കൃപ മതി. അപ്പൊ നമ്മൾ കൃപയെക്കുറിച്ച് കൂടുതൽ പഠിക്കണം. കൃപയാണ് ഇതിന്റെ എല്ലാത്തിൻ്റെയും മാസ്റ്റർ. കൃപ നമ്മിലേക്ക് വന്നു കഴിഞ്ഞിരിക്കണു. മാമോദീസായിലൂടെ നമ്മളിലേക്ക് കൃപ മുഴുവനായിട്ട് വന്നു കഴിഞ്ഞിരിക്കുന്നു. എന്നിരുന്നാലും അത് പറയുന്നുണ്ട്, 2 കൊരിന്ത്യർ 4:7 പറയുന്നുണ്ട്, എന്നിരുന്നാലും ഈ നിധി ഒരു മൺപാത്രത്തിലാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ആ മൺപാത്രത്തിലെ നിധിയാണ്. അപ്പൊ മൺപാത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ എർത്തൻ, നമ്മളുടെ ഈ ശരി. അതിലൊരു നല്ല വേറൊരു വേർഷൻ ഞാൻ പറയാം, അതിന് വേറൊരു വിധത്തിൽ ഇങ്ങനെ പറയാം. ഇപ്പൊ നമ്മള് വിഭൂതി ബുധനാഴ്ച എന്താ സംഭവിക്കണേ? നമ്മളെ നല്ല ക്രിസ്ത്യാനികളായ ദൈവമക്കളായ നമ്മളുടെ തലയിൽ ചാരം പൂച്ചണം, ഇല്ലേ? ചാരം പൂച്ചിട്ട് പറഞ്ഞു, മനുഷ്യ നീ പൊടിയാകുന്നു, നീ പൊടിയിലേക്ക് പോയിക്കോ. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ഒരു പ്രതികരണം ഉണ്ടായോ? അതാ എന്താ റിമൈൻഡ് ചെയ്തേ? അതാണ്, ഇതൊക്കെ വലിയ കാര്യങ്ങളാണ്. നമ്മൾ ഈ പ്രാർത്ഥനയുടെ പകുതി ചടങ്ങുമായിട്ട് നടത്തണു. അതിന്റെ അർത്ഥമൊന്നും മനസ്സിലാക്കണില്ലേ? അതിന് നല്ല അർത്ഥമുണ്ട്, വ്യാപ്തിയുണ്ട്. ഇങ്ങനെയുള്ള മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വളരെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യണത്. ഏതുപോലെ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിതൊക്കെ കേട്ടിരിക്കുക ഇവിടെ വേറെ. അപ്പം ഇങ്ങനെ ഇത് കുർബാനയുടെ ഏറ്റവും മഹോന്നതമായ ഒരു രഹസ്യമാണ് അവിടെ പറയുന്നതും. എന്ന പോലെ മനുഷ്യ നീ പൊടിയാകുന്നു, നീ പൊടിയിലേക്ക് തന്നെ തിരിച്ചു പോകുവിൻ എന്ന് പറഞ്ഞത് വാസ്തവത്തില് ഏതേൻ തോട്ടത്തില് ആദത്തിനോട് പറഞ്ഞതാ. ഇത് ഇപ്പൊ ഈ പറഞ്ഞ സംഭവം നടന്നില്ലേ? അപ്പൊ പറഞ്ഞതാണത്. അപ്പൊ ഇവിടെ പുതിയ നിയമം, ഇതിനൊക്കെ പുതിയ നിയമമായിട്ട് കണക്ഷൻ ഉണ്ട്. അപ്പൊ ഈ പഴയ നിയമം മുഴുവനും വായിക്കേണ്ടത് പുതിയ നിയമമായിട്ടുള്ള കണക്ഷനിൽ വായിക്കണം.
പുതിയ നിയമത്തിൽ ഈശോ വന്നിട്ട് ഇപ്പോ ആ അന്ധനെ കാഴ്ച കൊടുക്കാനായിട്ട് ഒന്ന് തൊട്ടാ കാഴ്ച കിട്ടുമായിരുന്നില്ലേ? പക്ഷെ കർത്താവ് എന്ത് ചെയ്തു? കുറച്ച് പൊടി എടുത്തിട്ട് ആ പൊടിയിൽ തുപ്പി. മനുഷ്യ, നീ പൊടിയാകുന്നു, നീയാകുന്ന ഈ പൊടിയെ ഞാൻ എന്ത് ചെയ്യൂപ്പോ? ഞാൻ സ്വർണ്ണ പൊടിയാക്കി മാറ്റും. ഞാൻ എൻ്റെ അധരത്തിൽ നിന്ന് വരുന്ന കൃപ കൊണ്ട്, വചനം കൊണ്ട്, പരിശുദ്ധാത്മാവ് കൊണ്ട്, ദൈവീകത കൊണ്ട് നിന്റെ ഒറിജിനൽ പൊടി അതിനെ ഞാൻ ദൈവീകരിച്ച് നിന്റെ കണ്ണ് തുറപ്പിക്കും. നിന്നെ ഉത്ഥാനത്തിന്റെ ശക്തിയിലേക്ക് കൊണ്ടുവരും. അപ്പൊ പൊടി നീ മണ്ണിലേക്ക് പോയി മണ്ണിനോട് മല്ലിടുവിൻ എന്നാ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം വളരെ വ്യത്യാസമാണ്. നീ മണ്ണിലേക്ക് പോയി മണ്ണിനോട്, മണ്ണിന്ന് അവനുണ്ടാക്കിയേക്കണത്, അവനെ ഉണ്ടാക്കിയേക്കണം മണ്ണിലോട്ട് പോകാനാ പറഞ്ഞേക്കണത്. എന്നിട്ട് നീ ആ മണ്ണിനോട് മല്ലിടൂ എന്ന് പറഞ്ഞാൽ നീ നിന്റെ ആ ഒറിജിനൽ സ്വഭാവത്തിനോട് ദൈവത്തിന്റെ കൃപാവരത്തിലൂടെ മല്ലിട്ട് ജയിക്കണം. മനസ്സിലാവുന്നുണ്ടോ? വാസ്തവത്തിൽ അവിടെ ആരംഭിക്കുന്നത് രക്ഷാകര പദ്ധതിയിൽ ഇവരുടെ രക്ഷയുടെ ആരംഭിച്ചു. കാരണം അവർക്ക് രക്ഷയുടെ പടച്ചട്ട അണിയിച്ചു. കർത്താവ് പറഞ്ഞു, നീ പോയിക്കോ, ഇവിടെ നിൽക്കണ്ട, ഇവിടെ നിന്നാൽ കൂടുതൽ പ്രശ്നമാവും, കൂടുതൽ പാപം ചെയ്യാൻ സാധ്യതയുണ്ട്, നീ തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിലുള്ള, അതുകൊണ്ട് നീ പോയിക്കോ. അതോടുകൂടി കർത്താവ് ഈ രക്ഷാകര പദ്ധതി തുറന്നു. മറുവശത്ത് പറഞ്ഞു, നീ പോകണം, പോയിട്ട് എന്ത് ചെയ്യണം? നീ മല്ലിട് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് യേശുവിൻ്റെ പീഡാസഹനത്തിൻ്റെ ആരംഭത്തിൽ യേശുവിൻ്റെ പീഡാസഹനത്തിൽ നമ്മളെ പങ്കുചേർക്കുകയാണ് അവിടെ. രക്ഷാകര പദ്ധതി എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ വേദനയിലൂടെയാണ് ഈ കാര്യം നടക്കണേ. ആ വേദനയിൽ എല്ലാ മനുഷ്യരും പങ്കാളിയാകാൻ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. എല്ലാ മനുഷ്യരും പങ്കാളിയാകാൻ. ഇപ്പോ സ്ത്രീയോട് പറഞ്ഞു, നിനക്കും വേദന ഉണ്ടാകണം. എന്തിനാ വേദന ഉണ്ടാകേണ്ടത്? രക്ഷാകര പദ്ധതിയുടെ വേദനയാണത്. അതാണ് രക്ഷാകര പദ്ധതി എന്ന് പറയണത് തന്നെ. ഏഷ്യായിലും പല സ്ഥലത്തും പറയണം, ഞാൻ അല്ലെങ്കിൽ ദൈവം ഈറ്റുനോവ് അനുഭവിക്കുകയാണ്. എന്തിനാ ഈ ദൈവത്തിന് ഈറ്റുനോവ്? അപ്പോ അതൊരു സ്ത്രീയുടെ വേദനയോട് തുലനം ചെയ്തിരിക്കുന്നതിന്റെ അർത്ഥം എന്താ? ഒരു സ്ത്രീക്ക് കുഞ്ഞ് കരയുമ്പോ സന്തോഷമായി. എന്താ സന്തോഷമായ? ഈറ്റുനോവ് കഴിഞ്ഞു, കുഞ്ഞു പുറത്തു വന്നു. കുഞ്ഞു പുറത്തു വന്നാൽ പിന്നെ ഈ വേദന വലുത് ഓർക്കോ? എന്ന പോലെ ഈ രക്ഷ സംഭവിച്ചു കഴിയുമ്പോ അന്ന് ദിസ് ഈസ് ദ ഡേ എന്ന് പറഞ്ഞ് നമ്മൾ പാട്ടൊക്കെ പാടാറില്ലേ? ആ ദിവസം നമ്മൾ ആഹ്ലാദിക്കുന്നു. മാൻ കുതിച്ച് ചാരണമാരെയൊക്കെ സങ്കീർത്തനങ്ങളിൽ പറയുകയാണ്. അപ്പോ ഈ പഴയ നിയമത്തിൽ ഏദേൻ തോട്ടത്തിൽ പറഞ്ഞിരിക്കുന്ന ആ വേദനകളെല്ലാം വരാനിരിക്കുന്ന രക്ഷകന്റെ വരവിനെ അതോടൊപ്പമുള്ള വേദനകളോട് ചേർക്കുന്ന ഒരു പരിപാടിയാണ് ഈശോ ദൈവം പറഞ്ഞത്. ആ രീതിയിൽ നമ്മൾ ചിന്തിക്കണം. അപ്പൊ മനുഷ്യ, നീ പൊടിയാകുന്നു, നീ പൊടിയിലേക്ക് പോകുവിൻ എന്ന് പറയുമ്പോൾ അവിടെ മനുഷ്യന്റെ ആ പൊടി സ്വഭാവം മാറാൻ വേണ്ടി നീ എന്ത് ചെയ്യണം? ഇന്ന് നമ്മളിൽ ആ പൊടി സ്വഭാവമല്ലേ? ആ പൊടിയുടെ സ്വഭാവം മാറ്റാൻ വേണ്ടിയാണ് ഈശോ വന്നത്. ഈശോയെ ആ പൊടിയെ കയ്യിലെടുത്തുകൊണ്ട് തൻ്റെ തുപ്പലിൽ ലയിപ്പിച്ചുകൊണ്ട് ആ പൊടിയെ തങ്കമാക്കി മാറ്റുന്നു. അപ്പോൾ നമ്മളിലുള്ള എല്ലാ ബേസിക് നേച്ചറിലേക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം കടന്നു വരുമ്പോൾ ഇതെല്ലാം വളരെ ഭംഗിയാവും. എന്നിരുന്നാലും ഈ ജീവിതത്തിൽ അവസാനം വരെയോ അല്ലെങ്കിൽ ഈ ജീവിതം മരിക്കുമ്പോഴും നമ്മളിൽ അല്പം ഈ പ്രശ്നങ്ങൾ നിലനിൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മരണാനന്തരം വിശുദ്ധീകരണം ആവശ്യമുള്ളത്. അതിന് വേറൊരു സബ്ജക്റ്റ്, ശുദ്ധീകരണ സ്ഥലം. ഓക്കെ, അത് നമുക്ക് പിന്നെ എടുക്കാം. അപ്പോൾ നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്നത് മാമോദീസായിൽ ഒരിക്കലും
മാറ്റാൻ പറ്റാത്ത ഒരു ആധ്യാത്മിക മുദ്ര കൊണ്ട് ക്രൈസ്തവനെ മുദ്ര കുത്തുന്നു എന്നുള്ളതാണ്. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇതാണ്: മാമോദീസായുടെ കൃപാവരത്തിന് പ്രവർത്തനത്തിൽ പിന്നീട് മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ മങ്ങലേക്കാം, പക്ഷേ ഒരു പാപത്തിനും ഈ മുദ്ര മാറ്റാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? ഈ മുദ്ര മാറ്റാൻ പറ്റില്ല. ഇത് ഇറിവോക്കബിൾ ആയിട്ടുള്ള മുദ്രയാണ്. ഉദാഹരണത്തിന് അതിന്റെ കണക്ഷൻ ഇങ്ങനെയാണ്. ഇപ്പൊ 1272 ആർക്കെങ്കിലും കിട്ടിയോ? ഇംഗ്ലീഷ് അല്ലെങ്കിൽ കാറ്റഗിസം ഒരെണ്ണം കൊണ്ടുവന്നിരുന്ന ഇവിടെ ഉണ്ടോ കാറ്റഗിസം പുസ്തകം? നാളെ കൊണ്ടുവരാം. യു കാറ്റിലെ കിട്ടൂല. ഓക്കെ, ഇറ്റ്സ് ഓൾ റൈറ്റ്. 1272 നമ്പർ എഴുതിയിട്ടിട്ട് പിന്നെ നിങ്ങൾ വായിച്ചാൽ മതി. അപ്പൊ അതിതാണ് പറയുന്നത്. ശ്രദ്ധിക്കണം, മാമോദീസ സ്വീകരിച്ച വ്യക്തി ക്രിസ്തുവുമായിട്ട് അനുരൂപപ്പെട്ടിരിക്കുന്നു. വേറൊരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം, ഒരു സെക്കൻഡ്.